നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. നമ്മിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് തിരുത്ത്. ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്. തിരുത്തേണ്ടിടത്ത് തിരുത്തൽ ചെയ്യാതെ നാം മുന്നേറിയാൽ പടുകുഴിയിൽ വീഴും തീർച്ച. വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിത ശൈലി, പെരുമാറ്റം, നമ്മുടെ സ്വഭാവത്തിലുള്ള പല വൈകൃതങ്ങൾ, ഇതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? കല്ലിന് കാറ്റ് പിടിച്ച പോലെ. എന്ത് ഫലം? കല്ലിന് കാറ്റ് പിടിച്ചാൽ ആ കല്ല് അങ്ങനെ കിടക്കും, അത്രയേ ഉള്ളൂ. മഞ്ഞും മഴയും കാറ്റും വെയിലും എല്ലാം ഏറ്റ് കിടക്കുന്ന ഒരു കല്ലിന് സമാനമാവരുത്. അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഇതെല്ലാം സംഭവിച്ചാലും അതിനൊരു മാറ്റവും സംഭവിക്കാനില്ല. അങ്ങനെ ആവരുത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. തിരുത്തപ്പെടേണ്ടത് തിരുത്തി മുൻപോട്ട് നീങ്ങുന്ന ജീവിതങ്ങളാകണം നമ്മുടെ. ആ പ്രാർത്ഥന, ആ ഓർമ്മപ്പെടുത്തലോടെ ഏദൻ തോട്ടം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഫാമിലീസ് ആരൊക്കെയാന്ന് നോക്കാം. ടീം പിഷോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു മിസ്റ്റർ ദേവസ്യ ആൻഡ് നിഷ ദേവസ്യ ഫ്രം ഹോളി ക്രോസ് ഫൊറൈൻ ചർച്ച്, നടവയൽ, വയനാട്. വെൽക്കം ടു ദ ഷോ. സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോമോൻ സി, ഷിനി ജോമോൻ. ഇവർ ആവടി, ചെന്നൈ ഇൻഫന്റ് ജീസസ് ചർച്ചിൽ നിന്നുമാണ് വരുന്നത്. സ്വാഗതം. നമ്മൾ ഏദൻ തോട്ടത്തിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ വിജയകരമായിട്ട് നമ്മൾ 1-ാം റൗണ്ട് പൂർത്തിയാക്കി. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു എന്താ പറയാ, ആദ്യം ഇരുന്ന ഒരു ഭയമൊന്നും കാണാനില്ല അല്ലേ? ഭയങ്കര കോൺഫിഡൻസ് ആണ്. വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എപ്പോഴും ഈ ഷൂട്ട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്നും കൂടി കാണാമല്ലോ എന്നുള്ളൊരു ഭയങ്കര സന്തോഷമാണ്. അതും പ്രത്യേകിച്ച് ദൂരത്തു നിന്നാണ് മിക്കവരും വന്നിരിക്കുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച്. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. നമ്മുടെ ഈ റൗണ്ടിന്റെ പ്രത്യേകത പറയാനായിട്ട്, നമുക്ക് ഒരു പിക്ചർ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ ആ പിക്ചർ 9 ബ്ലോക്ക് കൊണ്ട് മറച്ചിരിക്കും. ഒരു പിക്ചർ ഉണ്ടാവും, ആ പിക്ചർ ഒരു 9 ബ്ലോക്സ് വെച്ച് ഇങ്ങനെ മറച്ചിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടെ വാളിൽ നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ കഴിയും. അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും 4 ബ്ലോക്സ്, 1, 2, 3, 4 ബ്ലോക്സ് നമുക്ക് കമ്പ്യൂട്ടർ തന്നെ ഇറ്റ്സെൽഫ് നമ്മൾ പറയുമ്പോൾ അത് റിമൂവ് ചെയ്യും. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, ബ്ലോക്സ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ബസർ അമർത്തുക, ആൻസർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റാണെങ്കിൽ, ഗസ് തെറ്റാണെങ്കിൽ -50 പോയിന്റ്സ് ഉണ്ട്. റൈറ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. ഇമേജ് മാസ്കിംഗ് റൗണ്ടിലെ ആദ്യ ചോദ്യം വരുന്നു. കമ്പ്യൂട്ടർ പ്ലീസ്. 1 മുതൽ 9 വരെയുള്ള ബ്ലോക്കുകളാണ്. അതിന് പുറകിൽ ഈ പറയുന്ന ഒരു വ്യക്തിത്വം ഒളിഞ്ഞിരിക്കുന്നു, ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം കമ്പ്യൂട്ടറിനോട് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് സ്വാഭാവികമായിട്ടും ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റും. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ ഫസ്റ്റ് ബ്ലോക്ക്. ആദ്യ ബ്ലോക്ക് കമ്പ്യൂട്ടർ എടുത്ത് മാറ്റിയിരിക്കുന്നത് 4-ാമത്തെ ബ്ലോക്കാണ്. ഒരു ചെവി വളരെ വ്യക്തമായിട്ട് കാണാം. മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു പുരുഷന്റെ ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ. അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. ഒരു പുരുഷന്റെ ചിത്രമാണ് എന്നൊരു ചിന്ത കാണുമ്പോൾ. അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനോട് അടുത്ത ബ്ലോക്ക് മാറ്റാൻ ആർക്കും അതിൽ നിന്നും ഒരു ഉത്തരവും പറയാനില്ല. യെസ് രജനി. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ സെക്കൻഡ് ബ്ലോക്ക്. The second one. തീർച്ചയായിട്ടും അതൊരു പുരുഷനാണ്. ആരാണ് എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യനാണോ അതോ
മറ്റേതെങ്കിലും ഒരു വിശുദ്ധനാണോ അറിയില്ല. ആർക്കും ഒന്നും പറയാനില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്, റിമൂവ് ദ തേർഡ് ബ്ലോക്ക്. The third one. ടീം യൂഫ്രട്ടിസ് ആണ് ബസർ അമർത്തിയിരിക്കുന്നത്. എന്താണ് ഉത്തരം? ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ. തേർഡ് ബ്ലോക്ക് മാറ്റിയപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നാലാമത്തെ ബ്ലോക്ക് കൂടി മാറ്റാം. കമ്പ്യൂട്ടർ പ്ലീസ്. 4 ബ്ലോക്കുകളും റിമൂവ് ആയി കഴിഞ്ഞു. ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശം ക്ലിയർ ആണ്. ഏകദേശം. ഓക്കെ, എന്നാലും സംശയം അവർക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. അവരാണ് കുറച്ച് ഉത്തരം പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടാം. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ഓൾ ദ ബ്ലോക്സ്. യെസ്, യുവർ ആൻസർ ഈസ് റൈറ്റ്. ഡോൺ ബോസ്കോ. യു ഗെറ്റ് 100 points. നമ്മൾ അടുത്ത ഇമേജ് മാസ്കിംഗ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടർ പ്ലീസ്. 9 ബ്ലോക്കുകൾ പതിവ് പോലെ നേരത്തെ വന്നതുപോലെ തന്നെ വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ ഫസ്റ്റ് ബ്ലോക്ക്. ഒന്നാമത്തെ ബ്ലോക്ക് അത് മാറ്റിയിരിക്കുന്നത് 5ാമത്തെ നമ്പറിൽ നിന്നാണ്. ഒരു കൈ കാണാം വളരെ വ്യക്തമായിട്ട്. ഇതിൽ നിന്ന് ആരെങ്കിലും ഗസ് ചെയ്യുന്നു? അവരിൽ നിന്ന് ആർക്കും ആരെയും ഗസ് ചെയ്യാൻ സാധ്യതയില്ല അല്ലേ? യെസ്. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ സെക്കൻഡ് ബ്ലോക്ക്. ദ സെക്കൻഡ് വൺ അതും റിമൂവ് ചെയ്തു. അതിൽ നിന്നും ഒരു ചലനവും ഉണ്ടാവുന്നില്ല. വളരെ വേഗമായിട്ട് ഒരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൈ പിടിച്ച് അവിടെ ഞെക്കുന്നു. ടീം യൂഫ്രട്ടീസ് ചെറുതായിട്ട് ഒരു ചലനം, അവര് ഇങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടായി തുടങ്ങുന്നു. ആരും ഒന്നും പറയാത്തത് കൊണ്ടും ബസർ ചെയ്യാത്തത് കൊണ്ടും. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ തേർഡ് വൺ. തേർഡ് വൺ ടീം ടൈഗ്രിസ് ആണ് അത് ബസർ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബ്ലോക്ക്. ഇനി ഒരു ബ്ലോക്ക് കൂടി നമുക്ക് തുറക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അതിനു മുമ്പ് തന്നെ അവര് അമർത്തി ഒരു റിസ്ക് എടുത്തിരിക്കുകയാണ്. മാതാവിന്റെ സ്വർഗാരോഹണം. മാതാവിന്റെ സ്വർഗാരോഹണം. മാതാവിന്റെ സ്വർഗാരോഹണമല്ല, ആരോപണം. സ്വർഗാരോഹണം ഈശോയുടെയാണ്. മാതാവിന്റെ സ്വർഗാരോപണമാണ് അല്ലെ? ഉയർത്തപ്പെടുന്നതാണ് മാതാവ്. അതുകൊണ്ടാണ് ആരോപണം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇല്ല. സെന്റ് ഗബ്രിയേൽ അനൻസിയേഷൻ മാതാവിന് ഓക്കെ, മംഗളവാർത്ത പറയുന്നതായിട്ടാണ്. നിങ്ങൾക്ക് വല്ല സപ്പോർട്ട് ഉണ്ടോ? അത് നിങ്ങൾ ഒന്നിലും പെടാതെ നിൽക്കണം. ഒരു സ്വതന്ത്ര നിലപാടാണ് അതിൽ സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് 4ാമത്തെ ബ്ലോക്ക് പ്ലീസ് കമ്പ്യൂട്ടർ. ഇത് 4ാമത്തെ ബ്ലോക്കാണ്. 4ാമത്തെ ബ്ലോക്ക് തുറക്കുമ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ടീം യൂഫ്രട്ടീസ്? യെസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ബ്ലോക്കും മാറ്റി ഇത് തന്നെയാണോ, നിങ്ങൾ പറഞ്ഞ ഉത്തരമാണോ ശരി, മാതാവിന്റെ സ്വർഗാരോപണമാണോ അതോ മംഗളവാർത്ത അറിയിക്കുന്നതാണോ, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഓൾ ബ്ലോക്സ്. യെസ്, അത് മംഗളവാർത്ത തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആൻസർ ഇറ്റ്സ് റോങ്. ഓക്കെ, ടൈഗ്രസിന്റെ ഗസ് തെറ്റായത് കൊണ്ട് തന്നെ -50 points. ഇനി നമ്മുടെ 3ാമത്തെ ഇമേജ് ഇവിടെ റെഡിയാണ്. കമ്പ്യൂട്ടർ ദ തേർഡ് ഇമേജ്. 3ാമത്തെ ഇമേജ് അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നു. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഫസ്റ്റ് ബ്ലോക്ക്. ആദ്യ ബ്ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അത് ദ ലാസ്റ്റ് വൺ 9th ബ്ലോക്കാണ് കമ്പ്യൂട്ടർ അത് റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഗസ് ചെയ്ത് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വളരെ വേഗമായിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് ഞാൻ ബസർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് തരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്പൺ ദ സെക്കൻഡ് ബ്ലോക്ക്. ദ സെക്കൻഡ് വൺ. 2ാമത്തെ ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മൂലയാണ്, അപ്പുറവും ഇപ്പുറവുമാണ് അത് ഓപ്പൺ ചെയ്തത്. 1ഉം 9. ഗസ് ചെയ്യാൻ ചവറക്കുര്യാക്കോസ് അച്ഛനാണ് എന്ന് വിചാരിക്കുന്നു. ശരി,
ദ തേർഡ് ബ്ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. പ്ലീസ് കമ്പ്യൂട്ടർ. മൂന്നാമത്തെ വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്, അതിലൊന്നും മനസ്സിലാക്കാനില്ല. ആയതുകൊണ്ട് തന്നെ ദ ലാസ്റ്റ് വൺ കമ്പ്യൂട്ടർ പ്ലീസ്. യെസ്, എല്ലാ ബ്ലോക്സും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. യുവർ ആൻസർ ഈസ് റൈറ്റ്. ശരിയുത്തരത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ഇമേജ്, യുവർ ലാസ്റ്റ് ചാൻസ് ആണ് ഫസ്റ്റ് റൗണ്ടിൽ. നമ്മുടെ ഇമേജ് കമ്പ്യൂട്ടർ പ്ലീസ്. 9 ബ്ലോക്ക് 1 മുതൽ വീണ്ടും വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടർ പ്ലീസ് റിമൂവ് ദ ഫസ്റ്റ് ബ്ലോക്ക്. യെസ്, ആദ്യ ബ്ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നൊന്നും വ്യക്തമല്ല, മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഗസ് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ Yes. പ്ലീസ് ഓപ്പൺ ദ സെക്കൻഡ് വൺ. അത് വളരെ നോക്കിയിരുന്നു, വളരെ കൗശലത്തോടെ. ആദ്യം ഉടുപ്പ് കണ്ട മാത്രയിൽ തന്നെ എന്തോ ഒരു ചലനം ഹൃദയത്തിലൂടെ കടന്നു പോയതുകൊണ്ട് ബസറിൽ തന്നെ കൈവച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ അമർത്തി. ഇത് രണ്ടാമത്തെ പടം, അത് കൃത്യമായിട്ട് മുഖം തന്നെ തെളിഞ്ഞു. ആരെന്നാണ് ഈ മുഖഭാവം കാണുമ്പോൾ ടീം യൂഫ്രട്ടീസിന് മനസ്സിലാവുന്നത്? മോസസ്. ഇത് മോസസ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെ? അടുത്ത ബ്ലോക്ക് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം കമ്പ്യൂട്ടർ പ്ലീസ്. വടിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു സാധ്യത ഏറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു വടിയൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ഫോർത്ത് ബ്ലോക്ക്. യെസ്, ഒരു ഫലകം കയ്യിൽ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് ക്ലിയർ അല്ല. കംപ്ലീറ്റ് ഫുൾ ഇമേജ് ഫുൾ കമ്പ്യൂട്ടർ. ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഞങ്ങൾക്ക് അറിയാം. കമ്പ്യൂട്ടർ പ്ലീസ്. 10 commandments. 10 commandments. യെസ്, അത് മോശ. 10 commandments. അതാണ്. ദ ആൻസർ ഇറ്റ്സ് റൈറ്റ്. ഗുഡ്, വെരി ഗുഡ്. So you score 100 points. നമ്മൾ ഫസ്റ്റ് റൗണ്ട് വളരെ നന്നായിട്ട് നമ്മൾ പ്ലേ ചെയ്തു. തൽഫലമാണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ആ റൗണ്ടിൽ വന്നു, നിങ്ങൾ നമ്മുടെ ഏതൻ തോട്ടത്തിൽ ചെലവഴിച്ച നിമിഷങ്ങൾ നിങ്ങൾ ടി വിയിൽ റിലേ വന്നപ്പോൾ കണ്ടു, അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? കണ്ടവർ വന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് അതൊക്കെ ഒന്ന് പറയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും അത് കണ്ടിട്ട് വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞു. നന്നായിരുന്നു, വീണ്ടും പോകണം എന്നുള്ള ഒരു രീതിയാണ് അത് പറഞ്ഞത്. നന്നായിരിക്കുന്നു. മൊത്തത്തിൽ കുറെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, നേരിട്ട് കണ്ടവര് പറഞ്ഞവരുണ്ട്. ശരി, സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്നല്ലേ കണ്ടത്? അതെ അതെ അതെ. എന്ത് തോന്നി കണ്ടപ്പോ? നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് ആരാ കൂടെ വന്നിരിക്കുന്ന? ആരാ? എന്റെ ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ട്. ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ട്. ഹലോ, ഹായ്. അവരെവിടുന്നാണ് വരുന്നത്? അങ്കമാലി. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ കമ്പനി ജോലി ചെയ്യുന്നു. എറണാകുളത്താണ്. എറണാകുളത്താണ്. ഭാര്യ ഹൗസ് വൈഫ് ആണോ അതോ വർക്കിംഗ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, കുട്ടികളുടെ പേര് പറയൂ. ആൻജോ എത്രയിലാ പഠിക്കുന്നേ? UKG ബിയിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. അതുൽ ബിജു എത്രയിലാണ് പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷോയിൽ ഇവർക്ക് അക്കമ്പനി ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വന്നതിന് നന്ദി കേട്ടോ. രണ്ടുപേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേര് ചേച്ചിയും ചേട്ടനും കൂടി ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണത്? എന്റെ ചേച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മോൻ ജിസ്ബിൻ ഒന്ന്. ജിസ്ബിൻ. ചേച്ചി ആശയുടെ മോള് അഭിന ബാബു. അഭിന. ചേച്ചിയും ചേട്ടനും കൂടെ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിസ്ബിനും അഭിന അല്ലേ? അഭിന. രണ്ടുപേർക്കും ഞങ്ങളുടെ ഹായ്. അതുപോലെ തന്നെ എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മൾ ആദ്യം ഇൻട്രോ സംസാരിച്ചു, തുടങ്ങിയപ്പോൾ നമ്മൾ സംസാരിച്ചു തിരുത്തലുകൾ. നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്. അത് എത്ര സുഗമമായി ഒഴുകുന്ന ഒരു ജീവിതമാണെങ്കിലും ചില തിരുത്തലുകളാണ് പിന്നീട് അങ്ങോട്ടൊരു ഭംഗം ഇല്ലാതെ വീണ്ടും സുഗമമായി ഒഴുകാൻ പ്രേരിപ്പിക്കുന്നത്. എന്താണ് അതേക്കുറിച്ച് നിങ്ങളുടെ ഒരു ചിന്ത എന്താണ്? തിരുത്തലുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ചില തെറ്റുകൾ നമുക്ക് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനെ തെറ്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ തിരുത്തിയിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നൊരു സംശയമില്ല. തിരുത്തുന്നവരോട് അല്ലെങ്കിൽ എന്താണ് എന്നോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ കരുതുന്നുണ്ടോ? ഒരു തിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥ കരുതുന്നില്ല. കാരണം എനിക്ക് എന്റെ അച്ഛൻ വെച്ചിട്ടും കുറെ വർഷമായത്. അപ്പം
എന്തൊക്കെയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇച്ചിരി എങ്ങനെ പറയണ ചേട്ടൻ തന്നെ പറയടി അതല്ല ശരി, ഇതാണ് ശരി. അപ്പം നമ്മൾ അതനുസരിച്ച് അങ്ങ് ഒഴുകും. ഓക്കെ. കാരണം തിരുത്തലുകൾ ഏറ്റവും വലുതാണല്ലോ. നമുക്ക് അറിവില്ലായ്മ ഉണ്ടാകാം. അപ്പൊ അതല്ല ശരിയെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് തന്നെ പോകും. ഓക്കെ, നമുക്കിനി ടീം ടൈഗ്രസിന്റെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ. നിങ്ങൾ വരുന്നത് ചെന്നൈ ആവടി അല്ലേ? വളരെ വളരെ ദൂരത്തു നിന്നും വളരെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു പാർട്ടിസിപ്പൻസ് ആണ്, ദമ്പതികളാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾ കണ്ടോ? റിലേ വന്ന് കണ്ടായിരുന്നു? നിങ്ങൾ റിലേ കണ്ടിരുന്നു. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട്. ദൂരത്ത് നിന്നും വന്നത് തന്നെ ഇതുകൊണ്ടാണ്, നല്ലൊരു പ്രോഗ്രാം ആണെന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് വന്നത്. നമ്മുടെ ടാമിൽ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാണ് വരുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഫ്രണ്ട്സുമായിട്ട് കൂടിയിരുന്നാണ് ഞങ്ങളിത് കണ്ടത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ വികാരിയച്ഛൻ അനൗൺസ് ചെയ്തു ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും അത് ഇന്ന ദിവസമാണ് ഇതിന്റെ ടെലികാസ്റ്റ് വരുന്നത്, എല്ലാവരും കാണണമെന്ന് പള്ളിയിൽ അനൗൺസ് ചെയ്യുകയും ചെയ്തു. വളരെ എല്ലാവരും നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു പ്രോഗ്രാമായിട്ട് ഇതിനെ വിലയിരുത്തിയത്. വെരി ഗുഡ്. നമ്മൾ സംസാരിച്ച ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു ചിന്ത, വ്യക്തിപരമായിട്ട് നിങ്ങൾ കുടുംബത്തിൽ ചിന്തിക്കുന്ന ഒരു ചിന്ത, അതുകൂടി ഒന്ന് പറയൂ. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തുക? ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യല്ലേ, അത് നിനക്ക് അപകടമാണ്, ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെയുള്ള ചില ബ്ലോക്കുകൾ, ഒരു തിരുത്തലുകൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു പോസിറ്റീവ് സൈനായിട്ടാണോ എടുക്കുന്നത്, അതൊരു ബുദ്ധിമുട്ടായിട്ടാണോ വരുന്നത്? തിരുത്തലുകൾ എപ്പോഴും അതൊരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ. ഇപ്പൊ ഒരു മുത്ത് അതിനെ കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അതിന് കൂടുതൽ തെളിച്ചം വരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില തിരുത്തലുകൾ വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതൽ ശോഭയുള്ളവരാക്കി മാറ്റുക. എപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഞങ്ങൾ പലപ്പോഴും തിരുത്താറുണ്ട്. ഇന്ന സ്വഭാവം ഇഷ്ടമില്ല എങ്കിൽ അത് ശരിയല്ല, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാറുണ്ട്. അത് ഞങ്ങൾ പരസ്പരം സ്വീകരിക്കാറുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ മക്കളെയും അവരുടെ കാര്യങ്ങൾ കണ്ടാല് തിരുത്തേണ്ടടുത്ത് ഞങ്ങൾ തിരുത്താറുണ്ട്. ശരി ശരി. അതെപ്പോഴും ജീവിതത്തിലെ തിരുത്തലുകളെ ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല എന്റെ ഒരു കുറവുണ്ടായെന്ന്, അത് മറ്റാരെങ്കിലും പറഞ്ഞ് കഴിയുമ്പോഴാണ് അത് എനിക്ക് അറിയുവാനായിട്ട് പറ്റുക. അപ്പോഴത് സ്വന്തമായിട്ട് സ്വീകരിക്കാനും, ഓഫീസിലാണെങ്കിൽ പോലും എനിക്ക് തിരുത്തലുകൾ തന്നാൽ ഞാൻ അത് സന്തോഷത്തോടു കൂടി മാത്രമേ സ്വീകരിക്കാറുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. കുട്ടികളെയും കൊണ്ടാണ് എപ്പോഴും ഇത്തവണയും വന്നിട്ടുണ്ടോ കുട്ടികളല്ലേ? അതെ. 3 പേരാണ്. 3 പേരും വന്നിട്ടുണ്ട്. ഹായ് പറ. 3 പേര് നല്ല മിടുക്കരാണല്ലോ. നല്ല ഡാൻസ് ആയിരുന്നു. അതില് മോൻ പാടുന്നിട്ട് പറയണ്ടായി അല്ലേ? അതെ, മോൻ നന്നായിട്ട് പാടും. ആഹാ, അവൻ പള്ളിയിൽ പാടുന്നുണ്ടോ? പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലെ 3 പേരും കൊയറിലുണ്ട്. 3 പേരും പാടും. അപ്പൊ അതിൽ ആരാ നമുക്ക് വിളിക്കേണ്ട? വേണേ നമുക്ക് ഒരാളെ വിളിച്ച് നമുക്കൊന്ന് പാടി. ആൽഫിനെ വിളിക്കാം, അവനാണ്. അതെയാ, ആൽഫിൻ ഇങ്ങോട്ട് വരാമോ? ആൽഫിൻ വരൂ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എൻ ഈശോ വന്നല്ലോ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എൻ ഈശോ വന്നല്ലോ. സ്നേഹം ക്രൂശിൽ ബലിയായി അലിവായി സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമായി. സ്തുതികൾ പാടും നാവിൽ ഈശോ തേൻകണമായി. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളിൽ എൻ ഈശോ വന്നല്ലോ. വെരി ഗുഡ്. കേട്ടോ മോനെ. ഇനി നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. റൗണ്ട് 2-ൽ നമ്മൾ ടേബിൾ ഉണ്ട്, കുറെ സോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ സോക്സ് തരാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ല, ഇതൊരു ടാസ്ക് റൗണ്ടാണ്. ഇതിന് അകത്ത് ഇതാ ഇവിടെയായിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു പിന്നിൽ കോർത്ത് 1 ആവാം 2 ആവാം 3 ആവാം അങ്ങനെ കുറെ മുത്തുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടാസ്ക് ഇതാണ്. നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തു കൂടി കൈയിട്ട് ആ പിന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുകൾ അവിടെ വെച്ച് തന്നെ അയച്ചെടുക്കുക. പിന്നെ അവിടെ ഇരുന്നാലും വിരോധമില്ല, മുത്ത് കിട്ടണം. ആ മുത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് ആ മുത്തുകൾ നിങ്ങൾ ഇതിലൂടെ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം ഇവിടെ
നൂലും സൂചിയും വെച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഒരാൾ ഇത് ചെയ്യുക, മുത്തെടുക്കുക, മറ്റൊരാൾ സൂചിയിൽ കോർത്ത് ഈ മുത്തുകൾ സൂചിയിൽ കോർക്കുക. നിങ്ങൾക്ക് മാക്സിമം ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 500 പോയിന്റ്സ് ആണ്. ഓരോ മുത്തുകൾക്കും നിങ്ങൾക്ക് ലഭിക്കും 50 പോയിന്റ്സ്. നിങ്ങൾക്ക് ടോട്ടലി കിട്ടുന്ന ടൈം, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന ടൈം 2 minutes ആണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര മുത്തുകൾ എടുക്കാൻ കഴിയുമോ, കോർക്കാൻ കഴിയുമോ അത് ചെയ്യുക. മാക്സിമം നമുക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് 500 പോയിന്റ്സ് ആണ്. വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടീം ടൈഗ്രിസ് വരൂ. പ്ലീസ് കം ഫോർവേഡ്. Your time starts now. Okay. മുത്തുകൾ വന്നു തുടങ്ങി. പെട്ടെന്ന് കോർത്തോളൂ. കോർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ പിന്നെ മുത്തിടുന്നത് വേസ്റ്റ് ആണ്. കാരണം കോർക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുത്ത് മാത്രം അതിൽ കിടക്കും. പോയിന്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പുറത്തേക്ക് വന്നോളൂ. അങ്ങനെയാണെങ്കിൽ ഇതെടുത്തോളൂ. യെസ്, ഒരു മിനിറ്റിൽ താഴെ സമയം. കോർക്കാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണത്. വറീഡ് ആവണ്ട, സാവധാനം കോർക്കൂ. 45 സെക്കൻഡ്. ടൈം ഇറ്റ്സ് ഗോയിങ്, പോയിക്കൊണ്ടേയിരിക്കുന്നു. അവസാന 25 സെക്കൻഡിലേക്ക് വരുന്നു. വേഗം, ഫാസ്റ്റ്. കിട്ടിയതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തുരുതുരാന്ന് ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. വേഗം വേഗം. അടിയിലേക്കൊന്നും വയ്ക്കണമെന്നില്ല. തള്ളലൊക്കെ പിന്നെ പോണത് പോട്ടെ. യെസ്, മാക്സിമം പോകുന്ന പൊക്കോട്ടെ. 7, 6, 5, 4, 3, 2, 1. ടൈം ഔട്ട്. എത്ര മുത്തുകളാണ് അവർക്ക് കോർക്കാൻ കഴിഞ്ഞത്? അവസാനത്തെ ഫ്യൂ സെക്കൻഡ്സേ കിട്ടിയുള്ളെങ്കിലും 6 മുത്ത്. ഫ്യൂ സെക്കൻഡ്സേ കിട്ടിയുള്ളൂ. 6 മുത്ത്. അവശേഷിക്കുന്നത് 4 എണ്ണം. ശരിക്കും 10 എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അതിൽ. പക്ഷെ അത് കോർക്കാൻ വൈകിയത് കൊണ്ടാണ് അപകടം സംഭവിച്ചത്. സാരമില്ല, എങ്കിലും നമുക്ക് അതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു. എത്ര മാർക്സ് ആണ് അവർക്ക്? 300 പോയിന്റ്സ്. അടുത്തതായി നമുക്ക് വിളിക്കാം ടീം ഗിഹോണിനെ. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കിട്ടിയ ചാൻസ് ആണ്. പ്ലീസ് വരൂ. റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വളരെ ഫാസ്റ്റ് ആണ് ബിജു. ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്കൊരു 18 എണ്ണം വരെ കോർക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഗുഡ് ഗോയിങ്. നന്നായിട്ട് പോകുന്നു. 2 എണ്ണം മാത്രമാണ് ബിജു പിടിച്ചു പോകുന്നത്. ഓക്കെ, നന്നായിട്ട് പോകുന്നു. മുത്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ ഭാര്യയ്ക്കുണ്ടാവുന്നു. യെസ്,
യെസ്, അങ്ങനെ തന്നെ ചെയ്തോളൂ. ഓക്കെ, ഗുഡ്, നന്നായിട്ട് പോകുന്നു. അതിലൊന്നുമില്ല, മുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. തപ്പി നോക്കാം, വിരോധമില്ല. 30 സെക്കൻഡ്. ഒന്നൊക്കെ കിട്ടുന്നുള്ളൂ. നോക്കൂ, ശരിക്കും നോക്കൂ. ഓക്കെ, നന്നായിട്ട് പോകുന്നു. ഗുഡ്. 15 സെക്കൻഡാണ് ഇനിയുള്ളത്. 2 എണ്ണം കിട്ടി. ഒരു 2 എണ്ണം കൂടി ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്, വളരെ പെട്ടെന്നാണെങ്കിൽ. 5 സെക്കൻഡ്. 4, 3, 2, 1. ടൈംഡ് ഔട്ട്. എല്ലാം 2ഉം 1ഉം 2ഉം 1ഉം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ 3ലൊക്കെ കയറി പിടിച്ചെങ്കിൽ എത്ര കിട്ടി? 13 എണ്ണം. 13 എണ്ണം. എങ്കിൽ തന്നെ 13 എണ്ണം അത് കോർക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാക്സിമം നമുക്ക് ഈ റൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്നത് 500 പോയിന്റ്സ്. അടുത്തതായി നമുക്ക് വിളിക്കാം ടീം യൂഫ്രട്ടിസ്. കം. പ്രത്യേകിച്ച് നിയമാവലികളൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലേ? കൃത്യമായിട്ട് അറിയാം. റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കോർക്കൽ കഴിഞ്ഞു. നല്ല ടൈമിംഗ് ആണ്, നല്ല ടൈമിംഗ് ആണ്. ഗുഡ്. ഓക്കെ, ശരി. ഒരു മിനിറ്റും 20 സെക്കൻഡും ഇനി ബാക്കിയുണ്ട് നമുക്ക്. ഒന്നുകൊണ്ടും പേടിക്കാൻ തരമില്ല. നന്നായിട്ട് കളിച്ചാൽ മുഴുവൻ മാർക്കും മേടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഓക്കെ, അമ്പത്തിയഞ്ച് സെക്കൻഡ് ഉണ്ട് നമുക്ക്. അത് അയച്ചിട്ട് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടായിട്ട് പിന്നെ അതുമ്പോ തൂങ്ങണ്ട, അടുത്ത സോക്സിൽ കൈയിടുക എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അതുമ്പോ കടിച്ചു തൂങ്ങണ്ട, അതെന്തോ പ്രശ്നത്തിൽ കിടക്കുകയായിരിക്കും. അവനെ പൊക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അത്രേ ഉള്ളൂ. 30 seconds. ഓക്കെ, 25 സെക്കൻഡാണ് ഇനിയുള്ളത് നമുക്ക്. വേഗം വേഗം. 18 സെക്കൻഡ്. One more. Just one more. One is enough. 9 സെക്കൻഡ്. ഇനി അതിൽ സാധ്യത കാണുന്നേയില്ല. ടൈംഡ് ഔട്ട്. എത്രയാണ്? ഇത് 9 എണ്ണം. 9. ഒരെണ്ണം മാത്രം. ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി വേണം എന്ന് പറയുന്നുണ്ട് സാധാരണ. നമുക്ക് പറ്റുന്നില്ല. നമ്മള് മാക്സിമം ട്രൈ ചെയ്തു. എല്ലാ ടൈമിങ്ങും കറക്റ്റ് ആയിരുന്നു. നൂല് കോർത്തതും അവിടെ ട്രൈ ചെയ്തതും ഒക്കെ. ഓക്കെ, ഇവർക്ക് ലഭിക്കുന്നു 450 പോയിന്റ്സ്. നമ്മുടെ ടീം പിഷോൺ ആണ് അവസാനമായി കളിക്കാൻ പോകുന്നത്. പ്ലീസ് കം. മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത്? എന്റെ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് പിടികിട്ടി കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ, എന്റെ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നും പറയേണ്ടതില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്നായിക്കോട്ടെ. വേഗതയ്ക്കാണ് ഇതിൽ പ്രാധാന്യം, മറ്റൊന്നിനുമല്ല. വേഗതയ്ക്ക് മാത്രമാണ് ഇതിൽ പ്രാധാന്യം. കോർക്കൽ കഴിഞ്ഞു. മുത്ത് കിട്ടിയാൽ കോർത്തു കൊടുക്കും. ടെൻഷൻ അടിക്കേണ്ട സമയമുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറണമെങ്കിൽ മാറാം, തടസ്സമില്ല അതിന്.
ടൈം ഇറ്റ്സ് ഗോയിങ്. വേഗം. തപ്പി നോക്കിയെടുക്കട്ടെ. മാറണമെങ്കിൽ മാറാം. വീണ്ടും ഞാൻ പറയുന്നു, കറക്റ്റ് പകുതിയായി. 1 മിനിറ്റാണ് ഇനിയുള്ളത്. ഒന്ന് മാറി കളിച്ചു നോക്കൂ. കോർക്കൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ കോർക്കാം. ശരി, കഴിഞ്ഞ മാറ്റി വെക്കൂ. കൈ തന്നെ തെറ്റ. 23 സെക്കൻഡ് മാത്രം. ലക്കുണ്ടെങ്കിൽ അടുത്ത് ഇടാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആണെങ്കിൽ മാത്രമേ അത് നടക്കൂ, അല്ലെങ്കിൽ നടക്കില്ല. ടൈം ഔട്ട്. മുങ്ങി തപ്പിയെങ്കിലും കിട്ടുന്നില്ല. മുത്ത് കിട്ടാൻ ബുദ്ധിമുട്ട്. എന്തുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മാറൂ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഒരു ചിന്ത വരാത്ത എന്താ? അല്ല ചേട്ടാ, ഈ കോർക്കാൻ ഇച്ചിരി കോർത്ത് കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. അല്ല, കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മുത്ത് കയറ്റാൻ പിന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ശരി. സാരമില്ല. സാരമില്ല. അപ്പൊ 4 മുത്താണ് നമുക്ക് 4 കോർക്കാൻ മുത്താണ് സാധിച്ചത്. കോർക്കാൻ കഴിഞ്ഞത്. ഇവർക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ ഇവരുടെ വിശേഷങ്ങൾ പറഞ്ഞു. തിരുത്തലുകളാണ് മനുഷ്യ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നത് എന്നുള്ളൊരു ചിന്ത. അവരത് വളരെ സ്വീകാര്യമായ രീതിയിലാണ്. ബിജു എന്താണ്? ബിജുവിന്റെ ചിന്ത എന്താണ്? നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണോ, അല്ലെങ്കിൽ ആ തിരുത്തലുകൾ സ്വീകരിച്ചു പോകുമ്പോൾ നന്മയാണോ? എന്താണ് ബിജുവിന്റെ ചിന്ത? തീർച്ചയായിട്ടും തിരുത്തലുകൾ ആവശ്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പരസ്പരം എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ തിരുത്തി തന്നെ പോകണം. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് സ്ത്രീകള്, അതായത് ഭാര്യമാര് പറയണ ഒരു ഭാഗം ചിലപ്പോ എന്തിനാണെന്നുള്ള ഒരു തോന്നല് അത് ഒരിക്കലും പാടില്ല. അവര് പറയണത് നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു തിരുത്തലാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ പറയണത് നമ്മൾ കേൾക്കണം, സ്വീകരിക്കണം. അതിന്റെ ഒരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. തിരുത്തലുകൾ നമുക്ക് ഗുണം തന്നെയാണ്. ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പറയുന്നത് പലതും തിരുത്തലുകളായാൽ പോലും അത് കുറച്ചിലല്ലേ എന്നുള്ളൊരു തോന്നൽ, അത് ഒരിക്കലും പാടില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ളത് തിരുത്തലാണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വീകരിക്കണം. അത് ശരിയാണ് അവർ പറയുന്നതെങ്കിൽ ഉൾക്കൊള്ളാനും തിരുത്താനും നമ്മൾ ഭർത്താക്കന്മാർ തയ്യാറാവണം അല്ലേ? തീർച്ചയായും. ഗുഡ്, വെരി ഗുഡ്. പറയൂ, നിങ്ങളുടെ ഒരു ചിന്ത പറയൂ. തിരുത്തലുകൾ അത് ജീവിതത്തിന് അനിവാര്യമാണോ? അത് നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? പറഞ്ഞോളൂ. There's a saying in English. Yeah. To err is human, forgive is divine. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, പക്ഷെ അത് ക്ഷമിക്കുന്നതാണ് ദൈവികം ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പഴയ നിയമത്തിലും കാണാനായിട്ട് സാധിക്കും. ദാവീദ് രാജാവ് തെറ്റ് ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് ഒരു ഭീഷണി, ഒരു പേടി പോലും ഇല്ലാതെ തെറ്റ് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുന്ന, അതെ, ആ മനുഷ്യൻ നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് തിരുത്തുന്ന ഒരു സംഭവം. അത് ഇപ്പൊ നമ്മുടെ കുടുംബജീവിതത്തിൽ വരെയാണെങ്കിലും തെറ്റുകൾ സംഭവിച്ചേക്കാം, പക്ഷെ അത് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഇപ്പോൾ ഫാമിലി, വൈഫ് ആൻഡ് ഹസ്ബൻഡ് തെറ്റ് ചെയ്യുമ്പോൾ പരസ്പരം തെറ്റ് തിരുത്തിക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കണേ, ആരോടെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വേയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ നമുക്ക് അവരധികം ഹേർട്ട് ചെയ്യാതെ, ബിക്കോസ് ഐ വാസ് ലൈക്ക് ഹേർട്ട് പേഴ്സണലി. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഹേർട്സ് ആരെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ബട്ട് വി സ്റ്റിൽ നീഡ് ടു, വചനം അങ്ങനെ പറയുന്നുണ്ട്, വി ഹാവ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ച് അത് ചെയ്യാറുണ്ട്. മറ്റുള്ളവർ എന്നോട് ചെയ്യുമ്പോഴും അത്, ബട്ട് ഐ നോ ദാറ്റ് ഗാഡ് ഇസ് ലൈക്ക് കറക്റ്റിംഗ് മീ. അതെന്നെ കറക്റ്റ് ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നു, അതാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നല്ല ചിന്തകൾ. എപ്പോഴും തിരുത്തലുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിനു മുമ്പ് അവരുടെ പോസിറ്റീവായിട്ടുള്ള അവരുടെ നന്മകൾ ആദ്യം പറഞ്ഞ് അതിനുശേഷം തിരുത്തലുകളാണെങ്കിൽ അത്ര കണ്ട്
അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അത് സ്വീകരിക്കും എന്നാണ് അവരുടെ ഒരു മതം. പോവുകയാണ് ഈ ചിന്തകളോടെ ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3ലേക്ക് പോകുമ്പോൾ ഇതൊരു ക്ലൂ റൗണ്ടാണ്. അതായത് ഇപ്പുറത്ത് ഈ ബാസ്ക്കറ്റിൽ 3 പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്, ഇതാ അവിടെ ആ ബാസ്ക്കറ്റിൽ 3 പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പർട്ടി നിങ്ങൾ കയ്യിലെടുത്ത് ഈ പ്രോപ്പർട്ടി ഈ സൈഡിൽ നിന്ന് 3 ക്ലൂവിൽ തൻ്റെ കയ്യിലെടുത്തിരിക്കുന്ന ആ പ്രോപ്പർട്ടി 3 ക്ലൂവിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ക്ലൂസ് പറ്റില്ല, നിങ്ങൾ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ക്ലൂസ് നിങ്ങൾക്ക് ധാരാളമായി ഉപയോഗിക്കാം. ഒരു പ്രോഡക്റ്റിന് 3 ക്ലൂസ് കൊടുക്കാം. അത് കൊടുക്കാൻ, ആ ഒരു പ്രോഡക്റ്റിന്റെ ക്ലൂസ് കൊടുക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30 സെക്കൻഡ്സ് ആണ്. നിങ്ങൾക്ക് റൈറ്റായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഓരോ പ്രോഡക്റ്റിനും നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിക്കുക 600 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് വ്യക്തമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഈ റൗണ്ടിൽ ആദ്യമായി കളിക്കാൻ പോകുന്നത് ടീം പിഷോൺ ആണ്. പ്ലീസ് കം. നമുക്ക് ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിഷ, കട്ടിലിന്റെ കാലൊക്കെ മുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത്. ഒന്ന്, കട്ടിലിന്റെ കാൽ മുറുക്കാൻ ഉപയോഗിക്കുന്നു ഈ സാധനം. നമ്മുടെ വീട്ടിലെ സാധനമുണ്ട്, ടൂൾ ബോക്സിനകത്തുണ്ട്. ടൂൾ ബോക്സിനകത്തും ഈ സാധനമുണ്ട്. 2, വേണമെങ്കിൽ പറയാം, 10 സെക്കൻഡ് ഉണ്ട്. അതിനുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടൈം ഔട്ട് ആവും. സ്പാനറാണോ ചേട്ടായി? സ്പാനർ ആണോ ചേട്ടായി അല്ല, എന്താണ് ഉത്തരം പറയണം. സ്പാനർ. സ്പാനർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം റൈറ്റ് ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പുറത്തെടുത്ത് പിടിച്ചോളൂ. എന്താണത്? ഓക്കെ, ശരി. ഇത് നമ്മള് പിന്നെ അച്ചാർ ഇടുന്നതാണ്. കൊളസ്ട്രോളിനൊക്കെ നല്ല സാധനമാണ്. വീട്ടിലുണ്ട്. നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട്. മുറ്റത്തിന് താഴെ നിപ്പുണ്ട്. കഴിഞ്ഞു. മുറ്റത്ത് ഇഷ്ടം പോലെയുണ്ട്. അച്ചാറിടുന്നു. കൊളസ്ട്രോളിനും നല്ലതാണ്. ചിലിമ്പിക്ക. ഭർത്താവിന്റെ കയ്യിലിരിക്കുന്നത് എന്താണത്? പറയൂ. മുളക്. അത് മുളകാണ്, കാന്താരി മുളകാണ്. അതാണ് കൊളസ്ട്രോളിനും നല്ലതാണ്. അത് വെച്ച് അച്ചാറും സാധാരണ ഇടാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ ലാസ്റ്റ് പ്രോപ്പർട്ടി അതെടുത്ത് പുറത്തേക്ക് എടുത്ത് പിടിച്ചോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോളൂ, എന്താണ്? പക്ഷേ നമ്മൾ ഡോൾ ചേച്ചിയുടെ വീട്ടിലെ കല്യാണത്തിന് കൊണ്ടാക്കിയ സാധനം നമ്മൾ ഊട്ടിക്ക് പോയപ്പോ ഇത് കൊണ്ടുപോയി ഒത്തിരി കടിച്ചിട്ട് പൊട്ടുന്നില്ല. എല്ലാം കൂടി പറയരുത്. ഒരു ക്ലൂ വേഗം പറഞ്ഞോളൂ. ആദ്യത്തെ വേഗം പറഞ്ഞോളൂ. ഡോൾ ചേച്ചിയുടെ വീട്ടിൽ കല്യാണത്തിന് ഉണ്ടാക്കിയ സാധനമായിരുന്നു. ഡോൾ ചേച്ചിയുടെ വീട്ടിൽ കല്യാണത്തിന് ഉണ്ടാക്കി. നമ്മൾ ഊട്ടിക്ക് പോയപ്പോ കൊണ്ടുപോയി. ഊട്ടിക്ക് പോയപ്പോൾ ഇത് തന്നെ കൊണ്ടുപോയി. കടിച്ചിട്ട് പൊട്ടുന്നില്ലായിരുന്നു. കടിച്ചിട്ട് ഇത് പൊട്ടുന്നില്ലായിരുന്നു. അരിയുണ്ട. അരിയുണ്ട എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ്. അരിയുണ്ട എന്ന് പറയും, അവലോസുണ്ട എന്ന് പറയും, പല രീതിയിൽ അതിന് പേരുണ്ട്. ഓക്കെ, അത് റൈറ്റ് ആൻസർ ആണ്. അവിടെ 2 റൈറ്റ് ആയി. ഇനി ഇവിടെ എത്രണ്ണം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോഡക്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേട്ടായി, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്. ഇത് കിച്ചണിലേത്. ഇത് ഊരിപ്പോയി സ്റ്റേഷനെ കൊണ്ട് നന്നാക്കിക്കാൻ ഇരിക്കുന്ന സാധനമാണ്. 2 കഴിഞ്ഞു. വീട്ടിലുണ്ട്, കിച്ചണിലേത് ഊരിപ്പോയി നന്നാക്കാൻ ഇരിക്കുന്ന സാധനമാണ്. ബാത്റൂമിലേത് ഇതിന്റെ കവറിങ് ഊരി നമ്മുടെ കയ്യിൽ പോന്നിട്ടുണ്ട്. ടാപ്പ്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആൻസർ റൈറ്റ് ആണ്, കൃത്യമാണ്, നന്നായിട്ട് തന്നെ പറഞ്ഞു. സെക്കൻഡ് പ്രോപ്പർട്ടി എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേട്ടായി, ഇത് നമ്മൾ ഡോളി ചേച്ചിയുടെ വീട്ടിൽ ഇപ്പൊ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് തട്ടിയാണ് നമ്മൾ കളിക്കുന്നത്. ഇത് പൊക്കത്തിൽ കൂടെ പോയി ഓടിന്റെ പൊക്കത്തൊക്കെ വീണ സാധനമാണ്. 3 കഴിഞ്ഞു. ഷട്ടിൽ കോക്ക്. ഷട്ടിൽ കോക്ക്. ദ ആൻസർ ഈസ് റൈറ്റ്. കൃത്യമായിട്ട് പറഞ്ഞു. റെഡി. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേട്ടായി, ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ 5 പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ 5 പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇത് ഓറഞ്ചിന്റെ ഫ്ലേവർ ഉണ്ട്. അത് മറ്റേ നാരങ്ങയുടെ ഫ്ലേവർ ഉണ്ട്. നാരങ്ങ എന്നുള്ള വാക്ക് ഉച്ചരിച്ചത് കൊണ്ട് തന്നെ അത് എപ്പോഴും അറിയപ്പെടുന്നത് നാരങ്ങ മിഠായി എന്നാണ്. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ആ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 2, ഇവിടെ 2, ടോട്ടൽ 4. ദേ സ്കോർ 400 പോയിന്റ്സ്. അടുത്തതായി ഗെയിം കളിക്കാൻ വരുന്നു നമ്മുടെ ടീം ഗിഹോൺ. പ്ലീസ് കം. റെഡിയാണല്ലോ? നമുക്ക് ബിജുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? കുഴപ്പമില്ലല്ലോ? റെഡിയാണല്ലോ? അവിടെ റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
കാണത്തക്ക രീതിയിൽ എടുത്ത് പിടിച്ചിട്ട് ക്ലൂ പറഞ്ഞോളൂ. കയ്യിലിങ്ങനെ പൊക്കി പിടിച്ചോ, എന്നിട്ട് പറഞ്ഞോ, അപ്പൊ കണ്ടോളൂ. ഇത് നമ്മൾ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇത് അരിയുമ്പോ നമുക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ സാധ്യതയുള്ളൂ. അരിയുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ സാധ്യതയുണ്ട്. കറി വെക്കാൻ ഉപയോഗിക്കും. ഇനി എന്തെങ്കിലും പറയണേ പറയാം, വേഗം പറഞ്ഞോളൂ. സവാള ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്ലൂ ആണ്. ശരി, അടുത്തെടുത്തോളൂ, അടുത്ത പ്രോപ്പർട്ടി എടുത്തോളൂ ബിജു. ശ്രദ്ധിച്ച് കേൾക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മിഠായിയാണിത്. ശർക്കരയും വേറൊരു ഇതും കൂടി മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ്. ശർക്കരയും വേറൊരു ഇതും കൂടി ചേർത്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരെണ്ണം കൂടി പറയാം ബിജുന്. പല്ലൊട്ടി മിഠായി ആണോ? ഇവിടെ പറഞ്ഞു പല്ലൊട്ടി മിഠായി ആണോ? പല്ലോട്ടി മിഠായി അല്ല, ഇത് എന്ത് മിഠായിയാണ്? കപ്പലണ്ടി മിഠായിയാണ്. അപ്പോ ആൻസർ തെറ്റാണ്. കപ്പലണ്ടി മിഠായി ആണ്. രണ്ടാമത്തെ ആൻസർ ഇല്ല, ഒരു പ്രാവശ്യം മാത്രമാണ് ആൻസർ ഉള്ളൂ. കപ്പലണ്ടി മിഠായി ആണ് ഇത്, പല്ലോട്ടി മിഠായി അല്ല. ഓക്കെ, റെഡി. ദ ലാസ്റ്റ് വൺ, ലാസ്റ്റ് പ്രൊഡക്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. വളരെ ശ്രദ്ധിച്ച്, തെറ്റിക്കഴിഞ്ഞാൽ അത് റോങ് ആണ്. പിന്നെ ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റില്ല, തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ഇത് ബിജു എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ബിജു. ഇത് ഞാനും ഉപയോഗിക്കാറുണ്ട്. അപ്പച്ചൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഞാനും അപ്പച്ചനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് കൂടുതലായിട്ട്. ഇത് സിമെന്റ് വെച്ച് പണിയാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. സിമെന്റും വെച്ച് പണിയൂസ്. പേര് പറയാൻ ഇത്തിരി പ്രശ്നമായിരിക്കും. സിമെന്റിന്റെ കൊല് കൊലശ്ശേരി എന്നുള്ള ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൊലശ്ശേരി റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, റെഡിയല്ലേ? ഫസ്റ്റ് പ്രോഡക്റ്റ് എടുത്തോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മള് കൊച്ചൂസിന്നൊക്കെ 5 രൂപയ്ക്ക് മേടിക്കാറില്ലേ ആ സാധനം? നമുക്കൊക്കെ ഇഷ്ടമുള്ളത്, പിള്ളേർക്ക് എനിക്കൊക്കെ ഇഷ്ടമുള്ളത്, പിള്ളേർക്കും ഇഷ്ടമുള്ളത്. പിന്നെ 5 രൂപയ്ക്ക് മേടിക്കുന്നതാണ് തണുത്തത്. സിപ്പപ്പ് ആൻസർ ഈസ് റൈറ്റ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എടുത്ത് കയ്യിൽ പിടിക്കാം. Your time starts now. നമ്മള് കറിയൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് വെളുത്ത കളറിൽ ഉണ്ടയായിട്ട് ഉള്ളത് നമ്മള് വെളുത്ത കളറിൽ ഉണ്ട നമുക്ക് റഷ് ചെയ്യേണ്ട കാര്യം ഇതിൽ വരുന്നില്ല ബിജു. വെളുത്തുള്ളിയാണ് കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറയുന്നത്. വെളുത്ത കളർ, അത് എന്തെങ്കിലും അത് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. നമുക്ക് ഉണ്ട്, ടൈം നോക്കണം ബിജു. 5 സെക്കൻഡ് നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ, റഷ് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഡാൽഡെ അല്ല, വെളുത്തുള്ളി എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് ഭാര്യ അത് പറഞ്ഞത്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോപ്പർട്ടി. റഷ് ചെയ്യല്ലേ, ഇനിയും ക്ലൂസ് വരുമല്ലോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മള് പൈപ്പൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കാറില്ലേ നീളത്തില്? പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നു. ആക്സോ ബ്ലേഡ്. ദ ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ, അവിടെ എത്ര ശരിയായി? ഇവിടെ 2, അവിടെ 2, ടോട്ടലി 4 എണ്ണം ശരിയായി. ഇവർക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടസ്. വരൂ. Your time starts now. ഇതൊരു വെളുത്ത സാധനമാണ്. വെളുത്ത സാധനമാണ്. നമ്മളിത് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കാറുണ്ട്. നമ്മൾ റോസിന് ഇത് നാടൻ വാങ്ങിക്കാറുണ്ട്. റോസിന് നാടനും വാങ്ങിക്കാറുണ്ട്. ആൻസർ ഇറ്റ്സ് റൈറ്റ്. എഗ്. കൃത്യമായിട്ട് അത് പറഞ്ഞു. അടുത്ത പ്രോപ്പർട്ടി എടുത്തോളൂ, കയ്യിൽ പിടിച്ചോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കറിയിൽ ഇടാറുണ്ട്. ഇതുകൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. കറിയിൽ ഇടാറുണ്ട്, കഞ്ഞിയിലും ഇടാറുണ്ട്. ഡോണ്ട് റഷ്. വൺ മോർ ക്ലൂ കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കാം. കറിയിൽ ഇടാറുണ്ട്, കഞ്ഞിയിലും ഇടാറുണ്ട്. കഞ്ഞി ഉണ്ടാക്കാറുമുണ്ട്. കഞ്ഞി ഉണ്ടാക്കാറുമുണ്ട്. ഇത് പയറല്ല, ഇത് ഉലുവയാണ്. ഉലുവ കഞ്ഞി നമ്മൾ ഉണ്ടാക്കാറുണ്ട് സാർ, അല്ലേ? അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ദ ലാസ്റ്റ് പ്രോപ്പർട്ടി, ദ തേർഡ് വൺ.
ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് ചെറിയ ബോൾ ഷേപ്പിലുള്ള കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ചെറിയ ബോൾ ഷേപ്പാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ചെറിയ ബോൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരമുള്ളതുമാണ്. വീണ്ടും ചെറിയ ബോളുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരമുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിന് വാങ്ങിക്കാനുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഒരു ഗസ് മാത്രമേ നിവൃത്തിയുള്ളൂ. ലഡു. ലഡു അല്ല. ഐ എം സോറി, ഇത് എള്ളുണ്ട ആണ്. എള്ളുണ്ട ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ ദ ഫസ്റ്റ് വൺ മാത്രമാണ് ഇവിടെ ശരിയായത്. ഇവിടെ എത്രണ്ണം ശരിയാവും നോക്കാം. ആദ്യത്തെ ഓക്കെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് വീടിന്റെ പുറത്തൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. വീടിന്റെ അകത്തൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. പുറത്ത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും, അകത്തും ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. ഒരെണ്ണം കൂടിയുള്ളൂ ക്ലൂ. ഇത് യൂസ് ചെയ്ത് എപ്പോഴും ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്ത് ഞാൻ എപ്പോഴും വീട് ക്ലീൻ ചെയ്യാറുണ്ട്. ക്ലീനിങ്ങിനെ പറ്റി മാത്രമാണ് കണ്ടിന്യൂസ് ക്ലൂ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞു, ക്ലൂ കഴിഞ്ഞു. പറയാം, ഗസ് മാത്രമേ ഉള്ളൂ. 5 സെക്കൻഡേ ഉള്ളൂ. എന്തെങ്കിലും പറയാം. ഡെറ്റോൾ. ദ ക്ലൂസ് അപര്യാപ്തമായ ക്ലൂസ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം എല്ലാം ക്ലീനിങ്ങിനെ കുറിച്ച് മാത്രമാണ്. അത് ചൂലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ആൻസർ ഈസ് റോങ്. പറയൂ, അടുത്തെടുത്തോളൂ. Your time starts now. ശരി. ഇത് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് വെക്കാറുണ്ട്. അച്ചാറുണ്ടാക്കി ഇതിനകത്ത് വെക്കാറുണ്ട്. ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെയൊക്കെ ഇതിനകത്ത് വെക്കാറുണ്ട്. അടപ്പുണ്ട്. ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇതിൽ വെക്കാറുമുണ്ട്. അതിനൊരു അടപ്പുമുണ്ട്. 3 ക്ലൂസും ഇറ്റ്സ് ഓവർ. ഭരണി. ഭരണി ആൻസർ റൈറ്റ് ആണ്. ഓക്കെ, നല്ല ക്ലൂസ്. അങ്ങനെ കൊടുക്കൂ, ക്ലൂസ് അങ്ങനെ കൊടുക്കൂ. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് തേർഡ് വൺ യു ക്യാൻ ടേക്ക്. So your time starts now. ക്ലെയറിനും റോസിനും ഒക്കെ ഇഷ്ടമാണ്. റോസിന് ഇഷ്ടമാണ് അതൊക്കെ. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സിൽ ഇത് വരുന്നുണ്ട്. നല്ല ക്ലൂ. സ്മോൾ സൈസ്ഡ് ആണ്. സ്മോൾ സൈസ്ഡ് മധുരമുള്ള സ്മോൾ സൈസ് ആണ്. മധുരമുള്ള സ്മോൾ സൈസ് ആണ്. പല കളേഴ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടവുമാണ് കുട്ടികൾക്ക്. ചെറിയ സ്വീറ്റ്സ് ആണ്. അത് ഒരു പാക്കറ്റിലുള്ള സ്വീറ്റ്സ്. അതെന്താണെന്ന് പറയണം. അത് ആ വേർഡാണ് കേൾക്കേണ്ടത്. വേഗം. ചെറിയ സ്വീറ്റ്സ് ആണ്, മധുരമുള്ളതാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ സ്വീറ്റ്സ് ആണ്. ഇത് തന്നെ. പക്ഷെ പേര് കിട്ടുന്നില്ല. അതായിരുന്നു. ഓക്കെ, ജെംസ് ആണ്. ഓക്കെ, 2 ശരിയായതുകൊണ്ട് ഇവർക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. വെരി ഗുഡ്. ഇനി വരുന്നു നമ്മുടെ ചെന്നൈയിൽ നിന്നും വന്ന ടീം ടൈഗ്രസ്. വരൂ. റെഡിയാണല്ലോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതൊരു സ്നാക്സ് ആണ്. ഇതൊരു സ്നാക്സ് ആണ്. ത്രികോണാകൃതിയിലാണ് ഇത് ഇരിക്കുന്നത്. ത്രികോണാകൃതിയിൽ ഉള്ള ഒരു സ്നാക്സ് ആണ്. രണ്ടാമത്തെ ക്ലൂ. ഇത് സോസ് ഉപയോഗിച്ച് കഴിക്കാം. ഇത് സോസ് ഉപയോഗിച്ച് കഴിക്കാം. സമോസ. സമോസ. ദ ആൻസർ ഇറ്റ്സ് റൈറ്റ്. കൃത്യമായിട്ട് പറഞ്ഞു. ദ സെക്കൻഡ് പ്രോപ്പർട്ടി എടുത്ത് കയ്യിൽ പിടിക്കാം. അത് കാണത്തക്ക രീതിയിൽ കയ്യിൽ പിടിച്ചോളൂ. ഓക്കെ, റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കുട്ടികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ചെറിയ സ്ക്വയർ ആകൃതിയിലുള്ള ഒരു സാധനമാണ്. കഴിഞ്ഞു, ഒരു ക്ലൂ കഴിഞ്ഞു. കുട്ടികളുടെ പറഞ്ഞോളൂ. ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള സ്ക്വയർ ആകൃതിയിലുള്ള ചെറിയൊരു സാധനമാണ്. ടൈം കളയണ്ട. ഇത് പെൻസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. പെൻസിലുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. ഈ സ്ക്വയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കിടക്കുന്ന സാധനത്തിന്. അടുത്ത ക്ലൂ ഉണ്ടെങ്കിൽ പറയാം. 5 സെക്കൻഡേ ഉള്ളൂ. ഒരു ത്രോ. വേഗം പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഔട്ടാണ്. മട്ടകോൺ എന്നാണ് പറഞ്ഞത് അല്ലേ? അതിൽ കിടക്കുന്ന അത് അതിന് പെൻസിലായിട്ട് എന്താണ് ബന്ധം? പെൻസിൽ ഇങ്ങനെ സൈഡിൽ വെച്ച് വരയ്ക്കുന്നതാണ് അല്ലേ? നിങ്ങൾ പറഞ്ഞ ആൻസർ ഇറ്റ്സ് റോങ്. ഇത് പെൻസിൽ കട്ടറാണത്. ഓക്കെ, ശരി. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? എടുത്തോളൂ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് പെൺകുട്ടികൾ തലയിൽ കെട്ടാറുള്ളതാണ്. പെൺകുട്ടികൾ തലയിൽ സാധാരണ കെട്ടുമത്ര. ഇത് പല കളറിൽ വരാറുണ്ട്. പല കളറിലും ഇത് വരാറുണ്ട്. തുണിയിട്ട് റോളായിട്ടാണ് ഇത് വരുന്നത്. തുണിയിട്ട് റോളായിട്ടും ഇത് വരുന്നുണ്ട്.
പല കളർ തുണിയിട്ട റോൾ പെൺകുട്ടികൾ തലയിൽ കെട്ടും. ബാൻഡ് അല്ല, ബാൻഡ് റോൾ ആയിട്ട് വരില്ലല്ലോ. ഇത് റിബൺ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമാണ് കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള അവിടെ ഊഴം തുടങ്ങുകയാണ്. അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കട്ടെ. ഫസ്റ്റ് വൺ കയ്യിലെടുത്ത് പിടിച്ചോ. Your time starts now. ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇത് ആർക്ക് ഇഷ്ടമുള്ള സാധനം? കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. 4 മണിക്ക് അവര് ജാം കൂട്ടിയും മുട്ട ഓംലെറ്റ് ഒക്കെ കൂട്ടിയും കഴിക്കുന്നതാണ്. മുട്ട ഓംലെറ്റും ജാമും കൂട്ടി കുട്ടികൾ കഴിക്കുന്നു. ഇഷ്ടമുള്ള സാധനം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കാറുണ്ട്. ബ്രെഡ്. ദ ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ കയ്യിലെടുത്ത് പിടിച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കുട്ടികൾ 4 മണിക്ക് വരുമ്പോൾ അവർക്ക് വീണ്ടും 4 മണിക്ക് വരുമ്പോൾ കഴിക്കുന്ന സാധനം അവർക്ക് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നനച്ചു കൊടുക്കുന്ന സാധനമാണ്. തേങ്ങയും ശർക്കരയും ഇട്ട് അത് നനച്ചും കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വാങ്ങിച്ചോണ്ട് വരണം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വാങ്ങിച്ചോണ്ട് വരും. അവൽ. ദ ആൻസർ റൈറ്റ് ആൻസർ. ഗുഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഐറ്റം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങും പാമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. പാമ്പുണ്ടോ എന്ന് നോക്കാൻ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഇത് മോന് ഇടയ്ക്ക് റിപ്പയർ ചെയ്ത് ഇതിന്റെ ഒരു സാധനം എടുത്ത് മൊബൈലിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ടോർച്ച്. മൊബൈലിന്റെ മുകളിൽ വെച്ച സാധനം ടോർച്ച് തന്നെയാണെന്ന്. എന്താ വിളിക്കുന്നത്? പേരെന്താ വിളിക്കുന്നത്? എന്താ ഇച്ചായിന്നോ? എന്താ വിളിക്കുന്നത്? അച്ഛയ്ക്ക് അത് മനസ്സിലായി. അച്ഛയ്ക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. ആൻസർ ഇസ് റൈറ്റ്. കേട്ടാ, 3 എണ്ണവും ഇവിടെ ശരിയായി. അവിടെ 1 എണ്ണം ശരിയായി. 4 എണ്ണം ടോട്ടലി ശരിയായി. ഇവർക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. നമ്മുടെ ടോട്ടൽ സ്കോഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ഗായികയുണ്ട്. ആളുടെ പാട്ടൊന്ന് കേട്ടിട്ട് പോയാലോ? മോള് പാടില്ലേ? നന്നായി പാടുമെന്ന് കേട്ടു. രണ്ടുപേരും പാടും. രണ്ടുപേരും നന്നായിട്ട് പാടുന്നവരാണ്. ഓക്കെ, അപ്പൊ ഏതൻ തോട്ടത്തിൽ വന്ന് പാടാതെ പോകാൻ പറ്റില്ലല്ലോ. പാടോ? മോള് ഏത് പാട്ടാ പാടുന്നത്? Bless the Lord, O my soul. ഓക്കെ, എത്രയിലാണ് മോള് പഠിക്കുന്നത്? 8th-ലാണ്. ഓക്കെ, പേര് പറയൂ. ക്ലെയർ. അവളുടെ മൈക്ക് കൊടുത്തേ, അവള് പറയൂ നോക്കട്ടെ. പേര് പറയൂ. എന്താണ്? ഓക്കെ, അത് മോള് പറഞ്ഞാൽ മതി. എന്താ പേര് അവളുടെ? മോള് പറഞ്ഞു. റോസ് നറ്റാലിയ നോയൽ. ഹായ് പറയൂ അങ്കിളിനോട്. വെരി ഗുഡ്. മിടുക്കിയാണ് കേട്ടോ. അപ്പൊ 2 മിടുക്കികളും ചേർന്നിട്ട് ഞങ്ങക്ക് വേണ്ടി പാടിത്തരുമോ? റെഡിയാണോ? ഇങ്ങോട്ട് നോക്കൂ. റെഡിയാണോ? ഗുഡ് ഗേൾ ആണ് കേട്ടോ. ചേർന്ന് പാടിക്കോളൂ. 2 പേരും ചേർന്ന് പാടിക്കോളൂ. Bless the Lord, oh my soul, oh my soul. Worship his holy name. Sing like never before. Oh my soul, I worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul. Worship his holy name. Sing like never before. Oh my soul, I worship your holy name. Very good. നന്നായിട്ട് പാടി കേട്ടോ. അസലായിട്ട് പാടി കേട്ടാ. മിടുക്കിയാട്ടാ. വെരി ഗുഡ്. നമ്മുടെ 3 റൗണ്ട്സും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടോട്ടൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 700 പോയിന്റ്സ്. Team Gihon with 900 points. Team Euphrates with 850 points. And our Team Tigris with
650 points. and below കിട്ടിയാൽ നമുക്ക് നേരെ പോകുന്നത് എലിമിനേഷൻ റൗണ്ടിലേക്കായിരിക്കും. പക്ഷെ സോ ഹാപ്പി ദാറ്റ് എല്ലാവരും തന്നെ 500 എബോവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും എലിമിനേഷനിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇനി കണ്ടുമുട്ടുന്നത് 3rd ലെവലിലായിരിക്കും. ഓക്കെ, ഹാപ്പി ആണോ എല്ലാവരും? വെരി ഗുഡ്, സന്തോഷം, വെരി ഗുഡ്. നമ്മൾ ഏദൻ തോട്ടത്തിൽ രസകരമായ അനുഭവങ്ങൾ, കളി, ചിരി, ഗെയിം, അതിനെല്ലാം ഉള്ളിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ പങ്കുവെച്ച് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ പങ്കുവെച്ചത് തിരുത്തലുകളെ കുറിച്ചാണ്. തിരുത്തലുകൾ അനിവാര്യമാണ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നത് കാണുകയാണെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ടത് അവനെ തിരുത്തണം. അത് നീയും അവനും മാത്രമുള്ളപ്പോൾ അവനെ പറഞ്ഞ് തിരുത്തണം എന്ന് പ്രത്യേകം അടിവരയിട്ട് പറയുന്നു. തിരുത്തലുകൾ നമ്മൾ പലരും നടത്താറുണ്ട്. പക്ഷേ അത് ഞാനും അവനും മാത്രമുള്ളപ്പോഴാണോ? അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. മറ്റുള്ളവരൊന്നും അറിയാതെ അവനെ ചേർത്ത് പിടിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമ്പോൾ അത് അവന് കുറച്ചുകൂടി സ്വീകാര്യമാവും. ആ ഓർമ്മപ്പെടുത്തലോടെ ഏദൻ തോട്ടം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ഏദൻ തോട്ടത്തിന്റെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. തന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടുമുട്ടിയ സ്ഥലത്തിന് യാക്കോബ് നൽകിയ പേരെന്ത്? മഹനാനി. നല്ല ടൈമിംഗ് ആണ്. പിശാച് ആ പനം പൊട്ടിച്ച് അവിടെ കൈ വെച്ച് കൊടുത്തു. ഹവ്വ മണത്ത് നോക്കി. ഹായ്, നല്ല മണം. സ്പീഡാണ് ഈ ഗെയിമിന്റെ വിജയ സാധ്യത നിശ്ചയിക്കുന്നത്. 1 മിനിറ്റിൽ എടുത്തു വെക്കാൻ കഴിഞ്ഞ് ജസ്റ്റ് 3 പീസസ് ആണ്. ഇനിയുള്ളത് 1 മിനിറ്റാണ്.